സൈബർ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് മുജീബ് ലണ്ടൻ. ചിത്താരി ഹംസ മുസ്ലിയാർ നടത്തിയ നിക്കാഹിനെതിരെ വരന്റെ ഉമ്മയും നാട്ടുകാരും. കാന്തപുരവും അണികളും ഇബിലീസും കാലത്തിന്റെ ദജ്ജാലീങ്ങളുമെന്ന് വരന്റെ ഉമ്മ. വാർത്തകൾ വിശദമായി. പൊരുത്തം കൊടുക്കാനെന്ന വ്യാജേന കൂട്ടിക്കൊണ്ടുപോയി രഹസ്യമായി നിക്കാഹ് ചെയ്യിപ്പിച്ച ചിത്താരി ഹംസ മുസ്ലിയാർക്കെതിരിൽ പ്രതിഷേധവുമായി നാട്ടുകാരും വരന്റെ ഉമ്മയും. 2015 ഓഗസ്റ്റ് 8-ാം തീയതി മുജീബ് ലണ്ടൻ ഫേസ്ബുക്ക് പേജിൽ മഹല്ല് ഭിന്നിപ്പിക്കാൻ വിഘടിതരുടെ പുനർനിക്കാഹി എന്ന തലക്കെട്ടിൽ 2 നിക്കാഹ് വീഡിയോയും നിക്കാഹ് നടത്തിയ ഖത്തീബിന്റെ വിശദീകരണവും സൈബർ ന്യൂസിന്റെ ചോദ്യത്തിന് മുന്നിൽ മറുപടിയില്ലാതെ ഫോൺ ബന്ധം വിച്ഛേദിച്ച ചിത്താരിയുടെ ഫോൺ ക്ലിപ്പുകളും സഹിതം വാർത്ത പോസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വരന്റെ ഉമ്മയുടെ വിശദീകരണ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. വരന്റെ ഉമ്മയുടെ വീഡിയോയിലേക്ക്. അധികാരാണ് ഈ അംസമുലാർക്കാർക്ക് കിട്ടിയത്. എന്ത് ഖാദിയാന്നയാള്, എന്ത് ഖത്തീബാന്നയാളെന്ന് എന്നോട് സമാധാനം പറഞ്ഞേ തീരും. ഈ ചതിയൊന്നും എന്റെ മോൻ എന്നോട് പറയുമെങ്കിലോ എന്റെ മോള് ഇതൊന്നും അറിയെങ്കിലോ ജീപ്പിലോളെ കൂട്ടിയിരുന്നല്ലാതെ കണ്ട് ഓളൊരാവശ്യമോ ഒരു വസ്തുവോ അറിയൂല. ഓള അഥവാ ദ്വാരക്കാനെന്ന് പറഞ്ഞാ ഉമ്മാനെയും കൂട്ടണ ഉമ്മ വേണ്ട എന്നൊരു പറയുന്ന പോലും അറിയൂ ഉമ്മാരോട് ചോദിച്ചിരുന്നു. അതാരാ ചോദിച്ചിരുന്ന് ഈ കാന്തപുരത്തിന്റെ മക്കളൊന്നും എന്നോട് സമാധാനം പറയണം. ഞാൻ അങ്ങനെയാണെങ്കിൽ വിടൂല. എനക്ക് 5 പെണ്ണിന്റെ അടുക്കല്ലേ ഒരാണ്. എത്ര സന്തോഷത്തിൽ എന്റെ മോനെ കെട്ടിക്കാൻ കഴിഞ്ഞിട്ടാണ് ഈ ഇബിലീസ് കാലത്തിന്റെ ദജ്ജാലിങ്ങള് എന്റെ മകനെ ഈ ചതിക്കുണ്ടിൽ ഉന്തിയിട്ടത്. ഇതെന്തിനാ ഇവർ ഇങ്ങനെ ഉന്തിയിട്ടതെന്ന് എനിക്ക് തിരിയണം. അവർക്ക് 1 കോടി ഉറുപ്പ്യ കിട്ടുന്നുണ്ട് പോലും ഇങ്ങനെ ചെയ്തു വിട്ടാല്. അത് എന്റെ മോനെ വെച്ചിട്ടല്ലേ ആയിരുന്നു ചെയ്യേണ്ടത്, എന്നെ വെച്ച് ചെയ്തുകൂടായിരുന്നോ? ഇത്രയും പാവപ്പെട്ട മോനെ ഈ ചതിക്കുണ്ടിൽ ഉന്തിയിടാൻ ആ CM മൗലാർക്കാണ് ഇതിന്റെ ഒട്ടാകെ കാരണക്കാരൻ. അയാളും കാന്തപുരത്തിന്റെ മക്കളും ദുനിയാവുന്നും ആഹ്റത്തുനിന്നും എന്നോട് ഇതിന് ഉത്തരം പറഞ്ഞേ തീരൂ. ഞങ്ങൾ 2-ാം തീയതി നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം ഏറ്റു. ഓന്റെ ചങ്ങായിമാര് ഉമ്മയായ ഞാന് ഓന്റെ പെങ്ങന്മാര് മൂത്തതാന്ന് എല്ലാ പെങ്ങന്മാരും ഓന്റെ മംഗലം നടത്തി. ഞങ്ങള് മുൻ നിശ്ചയിച്ച പ്രകാരം 2-ാം തീയതി കല്യാണം നടക്കാൻ വേണ്ടി നിക്കാഹ് നടക്കാൻ വേണ്ടി പൊരുത്തത്തോടുകൂടെ എന്റെ മോനെ വിട്ട് പരിഗണ മൊക്കാമിലെ മസ്ജിദ് വെച്ച് നിക്കാഹ് നടന്ന് എല്ലാം ശരിയായതിനു ശേഷമാണ് ഇവർ പറയുന്നു ഞങ്ങ മുന്നേ നിക്കാഹ് ചെയ്തിന് അതാണ് ശരിയെന്ന്. അതെങ്ങനെയാ ശരിയാകുക? ഒന്നിക്കില് അതിന് സാക്ഷിയൊപ്പ് വേണം, അല്ലെങ്കിൽ മഹർ വെക്കണം, അല്ലെങ്കിൽ ഈ പെറ്റ ഉമ്മാന്റെ പൊരുത്തം വേണം. ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് മക്കളെ സ്വർഗം. പ്രത്യേകിച്ച് എന്റെ മോനിക്ക് എന്റെ മോൻ സ്നേഹിച്ചിട്ടുണ്ടാ. എന്ത് കാരണത്താലാണ് ഇവർ എന്റെ മോനെ വെച്ചിട്ട് കാശ് ഉണ്ടാക്കുന്നതിനേക്കാള് എത്രയോ അഭികാമ്യം എന്നെ വെച്ചുണ്ടാക്കലായിരുന്നു. എന്തിനാണിങ്ങനെ കാശ് നേടുന്നു? ഇതായിരിക്കും വേണ്ടി എനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതിയിട്ടാണോ ആ CM മൗലവി കേറി വന്നിട്ട് എന്റെ മോനെ ഈ ചതിയിൽ ഉന്തിയിട്ടത്? നിങ്ങളെ കുടുംബത്തിലോ അല്ല അയാളെ മക്കൾക്കോ ഇങ്ങനത്തെ ഒരു പരിമിതിക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ എവിടെ സഹിക്കും? എങ്ങനെയാണോ എന്റെ നെഞ്ഞ് വിണ്ടുകീറുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്റെ ഈ പാവപ്പെട്ട മോനെ നിങ്ങൾ 4 ആള് കൊണ്ടുപോയിട്ട് യാദൃശികമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കണമെങ്കിൽ ഞാനും എന്റെ മോനും എന്ത് തെറ്റ് ചെയ്ത് നിങ്ങളത് ശരിക്ക് പറയണം. എന്നിട്ട് എന്റെ വിഷമം കണ്ടിട്ട് പണ്ഡിതൻ എന്റെ മക്കളും നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്ത് എന്തിനാ എന്റെ മോനി ഈ കുരൂരത കാട്ടിയതെന്ന് നിങ്ങൾ എന്നോട് പറയണം. നിങ്ങൾക്ക് തരുന്ന ബലാലി നിങ്ങൾ കയ്യേറ്റുവാങ്ങും. വാർത്തകൾ അവസാനിക്കുന്നില്ല. വീണ്ടും കാണുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.